ഈ വീഡിയോ വളരെ ചുരുങ്ങിയ നിരക്കിൽ നമുക്ക് എങ്ങനെ ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതേപോലെ ഉപകാരപ്രദവുമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു പഴയ ഒരു മദർ ബോർഡാണ്. ഇതിനകത്തുള്ള കണക്ഷനുകളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിലെ എല്ലാ കണക്ഷനുകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ മോശമായി കഴിഞ്ഞാൽ നിങ്ങളത് റിമൂവ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എവിടെയൊക്കെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുശേഷം അതിലെ ഓരോ പോർട്ടിനും എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു നോട്ട് എടുത്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചാലും നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാനും താരതമ്യപ്പെടുത്താനും നമുക്ക് പറ്റുന്നതാണ്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇനി ഞാനിതിൽ കാണിക്കുന്നത് നമ്മുടെ മദർ ബോർഡ് അതേപോലെ തന്നെ റാം, പ്രോസസ്സർ ഇതെല്ലാം കൂടിയിട്ട് വരുന്ന ഒരു കോംബോ പാക്കറ്റാണ് ഞാനിത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 3800 രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ മദർ ബോർഡും ഇതിനകത്ത് വരും, അതേപോലെ പ്രോസസ്സർ വരും, അതേപോലെ പ്രോസസ്സർ ഫാൻ വരും, റാം വരും. ഒരു കമ്പ്യൂട്ടറിന് വേണ്ട എല്ലാ ഭാഗങ്ങളും, മെയിനായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പാക്കറ്റ് കവറ് പൊട്ടിച്ച് അതിലെ ഓരോ ഐറ്റംസും പുറത്തെടുക്കുകയാണ്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള ഒരു കവർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു മൗസ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സെർബോണിക്സിൻ്റെ പ്രോസസ്സർ ഫാനും അതേപോലെ തന്നെ ബോർഡും മദർ ബോർഡും ഇതേ കമ്പനിയുടെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഹീറ്റ് സിങ്കോട് കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ കൊടുക്കാനുള്ള സപ്പോർട്ടും അതേപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മദർ ബോർഡ് നോക്കാം. മദർ ബോർഡിൻ്റെ കവർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരു യൂസർ മാനുവലും നമുക്ക് കൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ CD നമുക്കിതിനോടൊപ്പം, ഇതിൻ്റെ ഡ്രൈവർ CD ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. യൂസർ മാനുവലിൽ ഏകദേശ കണക്ഷനുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും ബയോസ് സെറ്റിങ്സ് എല്ലാം ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അത് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതാണ് പ്രോസസ്സർ. നമ്മൾ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് പ്രോസസ്സർ വരുന്നത്. റാമും ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടാണുള്ളത്. റാം സ്ലോട്ടിൽ റാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനലിൽ കൊടുക്കുന്ന കണക്ഷൻ. കൂടുതൽ റാം നമുക്ക്, അതായത് കൂടുതൽ സ്പീഡുള്ള റാം, മെമ്മറി കൂടുതലുള്ളത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഈ കണക്ടറുകൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. SMBS
കണക്ട് ചെയ്യാനുള്ള കണക്ടറുകളാണ്. അതേപോലെ സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ റാം നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും റീഇൻസെർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എന്തായാലും ഇത് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് വൈബ്രേഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് ചെറിയ ലൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൂസ് ആവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്രൊസസ്സർ, ഇതിന് സൈഡിൽ ഒരു ലോക്ക് ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഈ പ്രൊസസ്സർ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, നമ്മുടെ ഇതാണ് ഇതിൻ്റെ പ്രൊസസ്സർ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെ അകത്തുള്ള ലെഗുകളിൽ കൈകൊണ്ട് ടച്ച് ചെയ്യരുത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതായത് വീണ്ടും അതേ സ്ലോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള കട്ടിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അത് വളരെ സൂക്ഷിച്ച് അതേ പോർഷനിൽ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ എങ്ങനെയാണോ റിമൂവ് ചെയ്തത് അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രോപ്പർ കൃത്യമായ സ്ഥലത്ത് വെക്കാതെ നിങ്ങൾ ഒരിക്കലും അത് ക്ലോസ് ചെയ്യരുത്. നിങ്ങൾക്ക് നിലവിൽ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ കാണുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കും അതേപോലെ തന്നെ പ്രൊസസ്സറും ഇതൊക്കെയുള്ള മുമ്പേ ഉള്ള ഒരു ബോക്സാണ്. ഇതിൽ നിന്നും, അതായത് പഴയ ബോക്സാണ്. ഇതിലെ എല്ലാ കണക്ഷനും നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. ഇതിലെ മെയിനായിട്ട് വരുന്നത് ഫ്രണ്ട് പാനൽ കണക്ഷൻ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പവർ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാനൽ കണക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ബാക്കി വരുന്നത് കാർഡ് റീഡറിനും അതേപോലെ ഡാറ്റ കേബിള്, റെഡ് കളറിൽ വരുന്നത് നമ്മുടെ ഡാറ്റ കേബിളാണ് വരുന്നത്. ഇതും കൃത്യമായി കണക്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. SMBS നിന്ന് വരുന്ന കണക്ഷനും ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ CD ഡ്രൈവിലേക്ക് പോകുന്നതും കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ USB ഫ്രണ്ട് പാനലിൽ കൊടുക്കുന്ന USB-യുടെ കണക്ഷനുകളും അതേപോലെ കാർഡ് റീഡറിൻ്റെ കണക്ഷനുകൾ, ഇതെല്ലാം ഇവിടെ ഈ ബോർഡിനകത്തുള്ളത് കൃത്യമായി നോക്കുക. അതേപോലെ ഇപ്പോൾ SMBS-ൻ്റെ കണക്ഷനുകൾ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഓഡിയോ സെക്ഷനും, അതായത് ഫ്രണ്ട് പാനലിൽ വരുന്ന മൈക്രോഫോൺ അതേപോലെ ഇയർഫോൺ കൊടുക്കുന്ന ഓഡിയോ സെക്ഷനും ഇതിന് എക്സ്ട്രാ വരുന്നതാണ്. അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ബോർഡ് റിമൂവ് ചെയ്ത് മാറ്റി ഇനി നമ്മൾ പ്രോസസ്സർ എടുക്കുകയാണ്. പ്രോസസ്സറിൻ്റെ താഴെ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് പീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ സപ്പോർട്ട്
ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓരോന്നും ഓരോ ടൈപ്പായിരിക്കും. ഇതിൽ കാണുന്ന ചെറിയൊരു കവറിൽ കാണുന്ന സാധനമാണ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. ഒരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലുള്ള നമ്മൾ നോർമലി ഹീറ്റ് സിങ്കിന് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. മദർ ബോർഡ് നമ്മൾ പുതിയത് എടുക്കുകയാണ്. ഇനി ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത് പ്രൊസസ്സറിൻ്റെ മേലെയും അതേപോലെ തന്നെ ഹീറ്റ് സിങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തും കുറച്ച് പേസ്റ്റ് ചെയ്യുക. ഇതിൽ കാണുന്ന ഈ ഒരു കണക്ഷൻ കാണാൻ വേണ്ടി പറ്റും. യെല്ലോ കളറ്, റെഡ് കളറ്, ഗ്രീൻ കളറ്. ഇതാണ് ഫ്രണ്ട് പാനലിലേക്ക് പോകുന്ന കണക്ഷൻ. ഫ്രണ്ട് പാനലിൽ ഹാർഡ് ഡിസ്ക്, LED, അതേപോലെ തന്നെ റീസെറ്റ് ബട്ടൺ, അതേപോലെ തന്നെ പവർ ഓൺ ഓഫ് എന്ന സ്വിച്ചിലേക്ക് പോകുന്ന കണക്ഷൻ ഇതാണ്. ഇത് SMPSൽ വരുന്ന കണക്ഷനാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ദയവായി ആ വീഡിയോ ഒന്ന് കാണുക. കാണാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി ആ വീഡിയോ ഒന്ന് കാണുക. ഇപ്പോൾ നമ്മൾ പ്രൊസസ്സറിൻ്റെ ഫാനും ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. SMPS ചെറുതായി ഒന്ന് ഞാൻ ജസ്റ്റ് മാറ്റുകയാണ്. ഇതിൻ്റെ ബാക്കി കണക്ഷനുകളൊക്കെ പ്രോപ്പറായി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റിയിട്ടുള്ളത്. കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. ഇതിനകത്ത് നോർമൽ ലാൻ കണക്ഷനും അതേപോലെ തന്നെ VGA പോർട്ട്, USB, ലൈൻ ഇൻ, ലൈൻ ഔട്ട്, ഓഡിയോ ഔട്ട്, അതേപോലെ മൈക്രോഫോണും ഇന്നും ഇതിൻ്റെ ഒപ്പമുണ്ട്. ബോർഡിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ഇതുണ്ട്. ഇതാണ് ഓഡിയോ സെക്ഷൻ. ഫ്രണ്ട് പാനലിലെ ഓഡിയോ സെക്ഷൻ HD ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ മൈക്രോഫോണും അതേപോലെ തന്നെ ഇയർഫോൺ കണക്ഷനും ഫ്രണ്ട് പാനലിൽ വരുന്ന കണക്ഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ കണക്ഷനാണ് ഫ്രണ്ട് പാനലിലെ പവർ ഓൺ ചെയ്യുന്ന ബട്ടൺ കൊടുക്കുന്ന കണക്ഷൻ. ഫ്രണ്ട് പാനൽ കണക്ഷൻ ഇതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കണക്ഷനാണ് USB-യുടെ ഫ്രണ്ട് പാനലിൽ വരുന്ന USB-യുടെ കണക്ഷനാണ്. തീർച്ചയായും ഇതൊക്കെ യൂസർ മാനുവലിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിലും ഇതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് വളരെ സൂക്ഷ്മതയോടുകൂടി വായിച്ചെടുക്കുക.
അതേപോലെ ഇതിൻ്റെ പോർട്ടും വളരെ കൃത്യമാണ്. നമ്മൾ റാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പ്രൊസസ്സറിൻ്റെ ഫാൻ മറ്റൊരു സ്ഥലത്തൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റ് കേബിളുകൾ സെക്യൂർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ഓഡിയോ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പാനലിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാക്സിമം ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് തന്നെ ക്യാമറയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം, കൃത്യത ചെയ്യുവാൻ വേണ്ടി സ്ലോ ആവുന്നുണ്ട്. റെഡ് കളറുള്ളത് ഡാറ്റ കേബിളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഹാർഡ് ഡിസ്കിൻ്റെ കണക്ഷൻ കൊടുത്തു, അതേപോലെ തന്നെ ഡാറ്റ കേബിൾ കൊടുത്തു മദർ ബോർഡിൽ നിന്നും, അതേപോലെ തന്നെ USB-യുടെ പോർട്ടുകളും കൊടുത്തു, അതേപോലെ സൗണ്ടിനുള്ള പോർട്ടുകളും കൊടുത്തു കഴിഞ്ഞു. മദർ ബോർഡിലേക്ക് വരുന്ന ഇനിയുള്ളത് നമ്മുടെ മെയിൻ SMBSൻ്റെ കണക്ഷൻ മാത്രമാണ് കൊടുക്കാനുള്ളത്. അതുകൂടി കണക്ട് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള SMBSൻ്റെ കണക്ഷനുകളും കൊടുത്തു. ഇതിൽ കൂടുതൽ കൺഫ്യൂഷനുകളൊന്നും വരാനില്ല. നിങ്ങൾക്ക് ഇതിനു മുമ്പേ ഉള്ള ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോ കൂടി കാണാവുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത്. അത് കയറി നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ് ഇതിന് മുമ്പത്തെ വീഡിയോ. ഇനി നമ്മളെല്ലാ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുകയാണ്. കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓണാവുന്നതാണ്. കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്തിലെ പ്രൊസസ്സറിൻ്റെ ഫാനും ഒക്കെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ വിൻഡോസ് അപ്പോൾ തന്നെ ലോഡായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും 3800 രൂപക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഫുൾ മെറ്റീരിയൽ നിങ്ങൾക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയിലോ അല്ലാതെയോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത്രയും ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ നിർമ്മിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.